എന്തുകൊണ്ട് നല്ല പ്രോഡക്റ്റ് ഉണ്ടായിട്ടും സർവീസ് ഉണ്ടായിട്ടും നമുക്ക് മാത്രം സെയിൽസ് കിട്ടുന്നില്ല? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മളിങ്ങനെ കേൾക്കാറില്ലേ, എൻ്റെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാ, ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന ഒരാളെന്ന് കരുതുക, അല്ലെങ്കിൽ ഞാൻ ഫുഡ് ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക. അവർ പറയില്ലേ, ഞാൻ നല്ല ഹൈജീനിക്കായ നല്ല ഹോം മെയ്ഡ് ഫുഡാണ് കൊടുക്കാറ്, പക്ഷേ എനിക്ക് മാത്രം സെയിൽസ് ഇല്ല. അതേ സമയത്ത് വളരെ മോശം ഫുഡ് കൊടുക്കുന്നവർക്ക് ഭയങ്കര തിരക്കാണ് അവിടെ വലിയ പ്രൈസിന് കൊടുക്കുന്നു, എന്നിട്ടും വാങ്ങിക്കാൻ ആളുണ്ട്. അതേപോലെ ഡ്രസ്സാണെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സ് വലിയ പൈസക്ക് വാങ്ങിക്കുന്നു, എൻ്റെ അടുത്ത് ആരും വാങ്ങിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ നമ്മൾ കേൾക്കാറില്ലേ? എവിടെയാണ് നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സ് എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ ഞാൻ അതിനെപ്പറ്റി പറയാം. എപ്പോഴും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, സോഷ്യൽ മീഡിയയാണ് നമ്മൾ മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്തത്. ഇന്ന് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും സോഷ്യൽ മീഡിയ തന്നെയാണ്. അത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടതും. പക്ഷേ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നല്ല ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആയിരിക്കും, നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ഫുഡായിരിക്കും, നല്ല വാല്യൂ ഉള്ള കോഴ്സോ മറ്റോ കാര്യങ്ങളായിരിക്കാം, എനിവേ എന്തോ ആയിക്കോട്ടെ, വാല്യൂ ഉള്ള സർവീസ് ആയിരിക്കാം. നമ്മൾ എഫ് ബിയിലോ ഇൻസ്റ്റഗ്രാമിലോ അതുപോലെ തന്നെ മറ്റു യൂട്യൂബിലൊക്കെ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ഇതൊരിക്കലും ടേസ്റ്റ് ചെയ്യാനോ ആ ക്വാളിറ്റി ഫീൽ ചെയ്യാനൊന്നും കസ്റ്റമർക്ക് പറ്റുന്നില്ല. നാം എന്താണോ പറയുന്നത് അതാണ് കേൾക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആദ്യം വേണ്ടത് എന്താണ്? ഗുഡ് കമ്മ്യൂണിക്കേഷനാണ്. നല്ല രീതിയിൽ നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ അതിൻ്റെ അതുപോലെയുള്ള ടേസ്റ്റോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ആദ്യം അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രൊഡക്റ്റ് മാത്രം കാണിച്ചിട്ട് ജസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. കസ്റ്റമർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ പറ്റണം. അതല്ലാതെ ഒരു ഷോപ്പിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ടച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ ഇത് കഴിയില്ലല്ലോ. എപ്പോഴും നമ്മൾ പ്രോബ്ലം സൊല്യൂഷനാണ് കാണേണ്ടത്. ഇവിടെ കസ്റ്റമറുടെ മനസ്സിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നമ്മുടെ ഒരു ഡ്രസ്സ് കാണുന്ന സമയത്തായിരിക്കാം, ഈ ഡ്രസ്സ് എനിക്ക് സൂട്ടാവുമോ, അങ്ങനെ ഡൗട്ട് ഉണ്ടാവും. അതല്ലെങ്കിൽ ഇത് ഈ ഒരു പ്രൈസിനുള്ള വെർത്ത് ഉണ്ടാവുമോ, അതല്ലെങ്കിൽ ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ ഏത് കസ്റ്റമറുടെ മനസ്സിലും വരും. ഇതിന് സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് നമ്മുടെ ആ ഒരു മാർക്കറ്റിങ്ങിലൂടെ കഴിയണം. അതെങ്ങനെയാണ് പഠിച്ചിട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും ആൻസർ പെർഫെക്റ്റ് ആയിട്ട് കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ നമ്മിൽ നിന്ന് വാങ്ങിക്കാൻ തയ്യാറാവും. അപ്പം നമ്മൾ ക്ലിയർ പിക്ചറായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ആളുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒരിക്കലും പ്രൊഡക്റ്റ് വാങ്ങിക്കാനോ സർവീസ് വാങ്ങിക്കാനോ അല്ല. സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്തിനു വേണ്ടിയാണ്? റിലാക്സേഷനാണ്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വരുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് അവരെ നമ്മിലേക്ക് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ വേണം നമ്മളുടെ ആഡ് പോകാൻ. അത് നന്നായിട്ട് മനസ്സിലാക്കണം. ഒരിക്കലും ഒരു ഷോപ്പിൻ്റെ ബോർഡ് കൊണ്ടുപോയിട്ട് സോഷ്യൽ മീഡിയയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ബിസിനസ് വരുമെന്ന് പ്രതീക്ഷിക്കരുത്. അത് തീർത്തും ഓഫ്ലൈനാണ്. അതേ സ്റ്റൈലിൽ ഓൺലൈനിൽ നമ്മൾ പരീക്ഷിക്കാൻ നിൽക്കരുത്, ബിസിനസ് വരില്ല. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ആലോചിക്കുക, നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോഷ്യൽ മീഡിയയിൽ പ്രോപ്പറായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടോ ഒന്നത്. രണ്ട്, ഇനി മാർക്കറ്റിംഗ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എൻ്റെ പ്രൊഡക്റ്റിനെ കൊണ്ടുപോയിട്ട് അവിടെ കാണിക്കുകയാണോ, അതോ ആ ഒരു കസ്റ്റമറുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ അപ്ലൈ ചെയ്യുകയാണോ ശ്രമിക്കുന്നത്. ഇതിന് നമ്മൾ ആൻസർ കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ 3 ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ കൊടുക്കാൻ വേണ്ടി കഴിയണം. ഒരിക്കലും കസ്റ്റമറുടെ മുന്നിൽ നമ്മുടെ ഷോപ്പിൻ്റെ ബോർഡ് പ്രദർശിപ്പിക്കലല്ല അവിടെ നടക്കുന്നത്. അവിടെ നമ്മൾ നടത്തേണ്ടത് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിനെ, നമ്മുടെ മാർക്കറ്റിങ്ങിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമറെ നമ്മിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പം കൂടുതൽ അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ. വരും ദിവസങ്ങൾ ഇതിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്കുമായിട്ട് മുൻപോട്ട് പോകും. താങ്ക് യു.